അന്ന് ഓർത്ത് നോക്കുമ്പോ നമ്മൾ രണ്ടും അതെ വിട്ടികളായിരുന്നു. തിരിച്ചറിയാൻ വിവരമില്ലാതെ നമ്മൾ വെറുതെ അതും ഇതും വിശ്വസിച്ച് നടന്നു. ശരിയെന്ന് വിശ്വസിച്ചിരുന്നതെല്ലാം തെറ്റുകളായിരുന്നു. കൺമുന്നിലുള്ള ഈ ശരി കാണാൻ മറന്നുപോയി. സത്യം. സ്വന്തം മനസ്സ് കാണാനും മനസ്സിലാക്കാനും കഴിയാത്ത നമ്മൾ തമ്മിൽ അറിയാതെ പോയതിൽ എന്താ അത്ഭുതം. ഇനി ഈ ശരി മാത്രം മതി നമുക്ക്. വേറെ സ്വപ്നങ്ങൾ വേണ്ടേ വേണ്ട. ഒന്നാമതാ എന്റെ കൊക്കിന് ജീവൻ ഉണർത്തുന്ന കാലം നിന്റെ മോളെ പെരകാത്ത ഇരുന്ന് സ്വപ്നത്തിൽ പോയി വിചാരിക്കണ്ട. വേറെ കല്യാണാലോചനയും കൊണ്ട് എന്റെ കാല് പിടിച്ച് കഞ്ചിയാനും കണ്ട തെണ്ടികളുടെ മക്കളുടെ കൂടെ എന്റെ മോളെ അയക്കില്ലടാ. ഞങ്ങളുടെ പട്ടി വരും നിങ്ങളുടെ അവന്റെ കയ്യിട്ടിട്ടെന്ന് എന്തൊരു വെപ്രാളമായത്. അവിടെ നിന്ന് രണ്ടോ അടുക്കുന്നുമില്ലല്ലോ. അതങ്ങനെ കിടന്നോട്ടെ. അതല്ലേ ഗമ. നിനക്കെന്തറിയാം. അവിടെ നില്ല. അവര് നോക്കട്ടെ. കാണട്ടെ. പുതിയ കോട്ടൊക്കെ ഇട്ട് അവരൊന്ന് കാണട്ടെ. ഉണ്ടോ എറിഞ്ഞിട്ട് നോക്ക്. കേറിയിരുന്നോ കേറിയിരുന്നോ. അങ്ങോട്ട് കേറിയിരിക്കട്ടോ വായി നോക്കാതെ. ചുമ്മാ കുറെ നേരം അവിടെ ഇരിക്കട്ടെ. സമയത്തിന്റെ കാര്യത്തിൽ വ്യവസ്ഥയില്ലാത്തവരെ കാത്തിരിക്കുന്ന ഒരു അതിരുണ്ട്. നീ വണ്ടി എടുക്കറിയാച്ചാ. എടോ വണ്ടി എടുക്കാൻ. 10 മിനിറ്റ് വൈകിയപ്പോഴേക്കും നിനക്കങ്ങ് ഉരുകിപ്പോയടാ. കറിയാച്ചാ വരട്ടെ. അവിടെ ഒന്ന് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ. ഒരു കാര്യം പറയട്ടെ. ഓരോരോ വിഷമതകളെ. പിന്നെ ഇവിടുന്ന് അവിടെ ചെന്നാ ഉടനെ അവിടെ ചെന്നിട്ട് അവിടുന്ന് ഒന്ന് മറ്റിടത്തോട്ടൊന്ന് പോയിട്ട് വരണം. എവിടെയാണ്? മറ്റിടത്തോട്ടൊന്ന് പോയിട്ട് വരണം. നിന്റെ ആങ്ങത്തേക്ക് എനിക്ക് പോകാൻ പറ്റത്തില്ല. ഒറ്റ ഇടിയൊന്നും വെച്ചിട്ട് ഞാൻ കേട്ടോ പറഞ്ഞാൽ മനസ്സിലായി. അയാൾ ഇവിടെ നിന്റെ ഒരു ബുദ്ധി ഭയങ്കരമായത്. എന്നാ വേഗം പറ. കാലിൽ ഉരുകുന്ന കണ്ടില്ലേ കറിയാച്ചൻ. അവിടെ ഈ കണ്ണാടി മുഴുവൻ കൂടി അതുപോലും ഒന്ന് തുടച്ചു വെക്കാൻ സമ്മതിച്ചില്ല. എന്ത് ധൃതിയായിരുന്നറിയാമേ. ധൃതി വെച്ചിട്ടൊന്നും കഴിച്ചു പോലും ഇല്ല. കറിയാച്ചാ നീ അവിടെ ചെന്ന ഉടനെ ഇത്തിരി പാലോ മുട്ട വല്ലതും വാങ്ങിച്ചു കൊടുക്കണം. ശരീരം ക്ഷീണിപ്പിക്കരുത്. പോയിക്കാട്ടെ പറഞ്ഞതിലൊക്കെ ചെയ്യണേ. Good morning, sir. Good morning, sir. Good morning, sir. Good morning. Good morning.
അതെ സാർ. യെസ് സാർ, യെസ് സാർ. എന്നെ വിളിച്ചാവോ? ഇല്ല, വിളിച്ചു. നമ്മുടെ കാറിന് പുസ്തകത്തിലെ കണക്കും പ്രകാരം ഇപ്പൊ എന്ത് വില വരും? കൃത്യമായി പറഞ്ഞാൽ ഈ മാർച്ച് 31-ാം തീയതി വരുമ്പോ 34,871 രൂപ 81 പൈസ വരും. താനൊരു കാര്യം ചെയ്യും. ആ, അത്രയും തുക എന്റെ കണക്കിൽ നിന്ന് കമ്പനിയുടെ കണക്കിലേക്ക് മാറ്റിയത്. എന്നിട്ട് കാർ എന്റെ പേരിലാക്കിയത്. ശരി. വല്ലവന്റെ ഭാവോ അന്തസ്സൊന്നും കാണാൻ നിൽക്കണ്ടല്ലോ. അത്രയും തുക എന്റെ കണക്കിലും കാണും. കാർ എന്റെ പേരിലാക്കിയേക്കെ. ഡോ, താൻ പറഞ്ഞനുസരിക്കും. ഒരാൾ പറയുന്നത് മാത്രം അനുസരിക്കാനല്ലോ താൻ ശമ്പളം വാങ്ങിക്കുന്നത്. രണ്ടുപേരും കൂടെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ തുടങ്ങിയാൽ ഈ അടിയോട് ക്ഷീണിച്ചു പോയുള്ളൂ. അഭിപ്രായ വ്യത്യാസം ഒഴിവാക്കാൻ ഒന്നേ മാർഗമുള്ളൂ. രണ്ടുപേരുടെ കൂടെ പേരെഴുതിയിട്ടിട്ട് നറുക്കിട്ടെടുക്കുക. ഭാഗ്യമുള്ളവന് കിട്ടും, ഇല്ലാത്തവന് കിട്ടില്ല. അപ്പോഴുണ്ടൊരു പ്രശ്നം. ഒരാൾക്കല്ലേ കാറ് കിട്ടൂ. അപ്പൊ മറ്റേയാൾ എന്ത് ചെയ്യും? മറ്റേയാൾ പുതിയൊരു കാറ് മേടി. ഒരാൾക്ക് പുതിയ കാറും മറ്റേയാൾക്ക് പഴയ കാറും. അത് കുറച്ചിലാവില്ലേ? അപ്പൊ മറ്റേയാളും വാങ്ങിക്കും ഒരു പുതിയ കാറ്. അങ്ങനെ വരുമ്പോ പഴയ കാറ് ബാക്കിയായി. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ രണ്ടുപേരും ഒരേ പുതിയ കാർ അങ്ങോട്ട് മേടിക്കുക. അപ്പോഴും പഴയ കാർ ബാക്കിയല്ലേ? തീർന്നില്ല. എന്നിട്ട് ആ പഴയ കാറ് നിസ്സാര വിലയ്ക്ക്, പുസ്തകത്തിൽ കാണുന്ന വിലയ്ക്ക് അടിയോടിക്കും കൊണ്ട് തരിക. ഛേദമില്ലാത്തൊരു ഉപകാരമല്ലേ, സ്വജാതിയല്ലേ? വണ്ടി എടുക്ക. ഓ, കറിയേറ്റാ, നീ ആ വണ്ടി എടുത്തപ്പോ നീ വണ്ടി ഓടിക്കുന്നവരാ. നീ വന്ന് ഈ വണ്ടിയിലിട്ട് കയറിക്കേ. ആ കറിയേച്ചിനെ ഇങ്ങോട്ട് വിളിച്ചേ. കരേജ വണ്ടി എടുത്ത്. ഇവിടെ ഓഫീസിൽ പോണ്ടേ? കറിയേച്ചാ, ആഫീസിൽ കൊണ്ട് വിട്ട് വന്നിട്ട് വേണം എനിക്ക് കൊച്ചാന്റെ അടുത്ത് വരെ പോവാൻ. ഇയാൾ ഈ വണ്ടിയിലോട്ട് കയറോ? ഇവിടെ വരാൻ. ഇവിടുന്ന് ഓഫീസിൽ കൊണ്ടൊന്ന് വിട്ട് വന്നിട്ട് വേണം എനിക്ക് പച്ചക്കറി വാങ്ങിക്കാൻ പോവാൻ. എടോ, ഈ വണ്ടി എടുക്കാനാ പറഞ്ഞു. എടോ കറിയാച്ചാ, ശമ്പളത്തിലെ 50 രൂപ കൂട്ടി തരുന്ന കാര്യം ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഇയാൾ വണ്ടി എടുക്കടോ. കറിയാച്ചാ, 50 രൂപ കൂട്ടിത്തരുന്ന കാര്യം ഞാനും പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അവിടെ തരുന്ന 50 രൂപ കൂടുതൽ ഞാൻ തരാം. താൻ വണ്ടി എടുക്ക്. അതിന് 100 രൂപ കൂടുതൽ ഞാൻ തരും. ആദ്യം നിങ്ങൾ തമ്മിൽ തീരുമാനത്തിലെത്തുക. എന്നിട്ട് വേണം എനിക്ക് വണ്ടി എടുക്കാൻ. അല്ലെങ്കിൽ ഈ പ്രാന്തായി പോവും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. വണ്ടിയാണെങ്കിൽ വെറുതെ വീട്ടിൽ കിടക്കും. പിന്നെ വെയിലത്തെന്തിനാ നടന്നു പോകുന്നതിന് ഭാര്യയുടെ ചോദ്യം. എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു. അത്ര വലിയ നിർബന്ധമാണൊക്കെ അറിയാൻ അങ്ങോട്ട് പോട്ടല്ലേ. എന്നിട്ടോ ഈ നാട്ടിൽ വരെ ഡ്രൈവർമാരെ കിട്ടില്ലേ? നിങ്ങൾക്ക് വല്ല അറിയാമോ? അയാള് നമ്മുടെ കൂടെ തന്നെ നിക്കണം. നമ്മൾ എന്തിനാ ഈ വാശി പിടിക്കുന്നേ? പറഞ്ഞാൽ എന്തിനാ വാശി പിടിക്കുന്നത്? നമ്മൾ അയാളെ പറഞ്ഞു വിട്ടാ ഉടനെ അവർ അയാളെ അങ്ങ് വിളിക്കും. അത് നമുക്കൊരു ക്ഷീണമാ. ഇത്രയും കൊല്ലം കൂടെ നിന്നിട്ട് കറിയാക്കി അവരോട് ആ സ്നേഹക്കൂടുതലും തോന്നിയാലേ കമ്പനി വേറെ ആൾക്കാരുള്ളതാ. ഒടുവിൽ നമ്മുടെ പാർട്ടി ഒരാളിനെ കിട്ടാതെ വരും. ഒരാവശ്യമില്ലാത്ത കാര്യമാണ് ഈ ബുദ്ധിയൊക്കെ. നീ എവിടെയാ കൗസല്യം ഒളിച്ചു വെക്കുന്നത്? ഇനി എത്ര പണം ചെലവായാലും കറിയായി പറഞ്ഞുകൊണ്ട പ്രശ്നമില്ല. തീർന്നല്ലോ. നിനക്ക് വല്ല വിവരമുണ്ടോ? നമ്മൾ വിട്ടാ അപ്പ തങ്കപ്പൻ കയറി പിടിക്കും. നമുക്ക് കിട്ടിയില്ലെങ്കിലും തങ്കപ്പന് കിട്ടാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്കത് ക്ഷീണമാണ്. രണ്ടിടത്തും നിൽക്കില്ല എന്ന് ഉറപ്പുണ്ടോ? കറിയ വയ്ക്കോട്ടെ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? ഞാനൊരു പോംവഴി പറയാം. ഒരു ദിവസം ഈ വണ്ടി, പിറ്റേ ദിവസം ഈ വണ്ടി. താനില്ലാത്ത ദിവസവും സാധാരണ വണ്ടിയില്ലാത്തപ്പോ കഴിഞ്ഞ പോലെ കഴിഞ്ഞോണം. പിന്നെ ഒരു കാര്യം, 2 ഭാര്യമാരെ ഒരേ സമയത്ത് പോറ്റുന്നത് പോലെയാ ഈ 2 വണ്ടി ഞാൻ ഒരേ സമയത്ത് നോക്കുന്നത്. അതുകൊണ്ട് ശമ്പളം ഇരട്ടി വേണം. ഇരട്ടി? അത് വേണം, അത് വേണം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്ന ശമ്പളം ഉണ്ടല്ലോ, അത് ഓരോരുത്തർ പ്രത്യേകം തന്നാ മതി. അപ്പൊ അറിയില്ലല്ലോ. ഇതൊരു അക്രമമാണല്ലോ. ബുദ്ധിമുട്ടാണേ വേണ്ടത്. ഞാൻ ഈ വണ്ടി പോകും. എനിക്ക് സമ്മത. പിന്നെ എനിക്ക് മാത്രം എന്താ സമ്മതക്കേട്? അപ്പൊ ഏറ്റല്ലോ, ഏറ്റു. അത് മതി. എന്താണോ നോക്കുന്നത്? ഞാൻ നേരത്തെ ഏറ്റതല്ലേ. അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീണുവെന്ന് പറഞ്ഞു കിട്ടിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഒരു അബദ്ധം നമുക്ക് പറ്റാനില്ല. 2 കൂട്ടരുടെയും വാശി കൂടിക്കൂടി വരിക. ഇപ്പൊ തന്നെ രാജുവിനെ കാണാനോ മിണ്ടാനോ പാടില്ല എന്നാ എനിക്കുള്ള ഉത്തരവ്. എങ്ങനെയെങ്കിലും അവരെ കൂട്ടി യോജിപ്പിച്ചേ പറ്റൂ. തമ്മിൽ തല്ലിപ്പിക്കാൻ നമ്മൾ പെട്ട പാട് നമുക്കേ അറിയൂ.
ഇനി അവരെ കൂട്ടുവെച്ചിപ്പിക്കുന്നത് നമ്മുടെ തന്നെ ആവശ്യം. ഓരോരോ പുലിവാല്. അച്ഛനും അമ്മാമ്മയും തമ്മിൽ. ശരിയാടാ മോനെ, നീ അന്ന് പറയുമ്പോ ഞാൻ അതല്ല അച്ഛാ, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പിണങ്ങിപ്പിരിയാൻ. അത് തന്നെയാടാ. ഇപ്പോഴെങ്കിലും അവന്റെ തനിനിറ അറിഞ്ഞ് എത്ര നന്നായി. ഇങ്ങനെയുണ്ടൊരു കാട്ടാളൻ. അച്ഛാ, ഞാനും രാധയും തമ്മിൽ. നീ അച്ഛനോട് ക്ഷമിക്കുക. കൊച്ചാണെങ്കിൽ നീ പറഞ്ഞ കാര്യമുണ്ട്. ഇത്ര അടുത്തടുത്തുള്ളവർ തമ്മിലുള്ള ബന്ധം ശരിയാവില്ല. നീ നിന്റെ ഒരു കൂട്ടുകാരന്റെ അച്ഛന്റെ കാര്യം പറഞ്ഞല്ലോ. എന്തായുടെ പേര്? ശിവദാസ മേനോൻ. ശിവദാസൻ ഇവിടുത്തെ കാര്യം തന്നെ ഒന്നാം തരം ദൃഷ്ടാന്തമാണ്. മാത്രമല്ല നമുക്ക് അങ്ങനെ കയറി ബന്ധപ്പെടാൻ പറ്റിയ കൂട്ടരല്ല അവര്. അല്ല അച്ഛാ, ശിവദാസ മേനോന്റെ അവിടെ അവര് തമ്മിലുള്ള വഴക്കൊക്കെ മാറിയോ? ആ, പിന്നെ യോജിച്ചു. അത് അയാൾക്ക് നട്ടലില്ലാഞ്ഞിട്ടാ. എടാ, പിണങ്ങാണെങ്കിൽ അതിനും വേണം ഒരു അന്തസ്. അല്ലാതെ വല്ലവരും പറഞ്ഞിട്ടുണ്ട് അതുവരെ ഉള്ളതൊക്കെ മറന്ന് ഇണങ്ങി വെക്കാൻ ഒരുമാതിരി അഴകുഴമ്പ് മറക്കേ പറ്റൂ. നിന്നെ അങ്ങനെ ബുദ്ധിമുട്ട് സംഭവിക്കില്ല. അയ്യപ്പന്റെ കുടുംബമായിട്ടുള്ള ഒരു ബന്ധവും നമുക്ക് ഈ ജന്മത്ത് വേണ്ട. എടാ, നീ വിഷമിക്കൊന്നും വേണ്ട. അവരുടെ അവിടെ കല്യാണപ്പന്തൽ ഉയരുന്നതിന് ഒരു ദിവസം മുമ്പേ നിന്റെ കല്യാണം അച്ഛൻ നടത്തും. നല്ല ഒന്നാം തരം പെണ്ണിനെ കണ്ടുപിടിച്ച്. എന്റെ പൊന്നാശാനെ ഞാനും ഒഴിയുക. യവന് പ്രാണം എടുക്കാനേ അധികാരമുള്ളൂ. തിരിച്ചു കൊടുക്കാൻ യാതൊരു വകുപ്പുമില്ല. തമ്മി തള്ളിക്കാനുള്ള പണി എളുപ്പമാണ്. പക്ഷേ കൂട്ടി യോജിപ്പിക്കാനുള്ള പണി അത് ഞാൻ പഠിച്ചിട്ടില്ല. അരവൈദ്യം വെച്ചുള്ള കളിയാ മോനെ ഇത്. പോടാ, തനിക്ക് എപ്പോഴും തമാശ. എങ്ങനെയെങ്കിലും അവരെ യോജിപ്പിച്ചില്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് അതിന് യാതൊരു വഴിയും കാണുന്നില്ല. തൽക്കാലം എങ്ങും തൊടാതെ താളം ചോട്ടി നിൽക്കുക. തീരെ അളവൊട്ടിയാല് പിന്നെ ഒറ്റ മാർഗമേ ഉള്ളൂ. രായ്ക്ക് രാമാനെ ഇരിച്ചെറിയാതെ സ്ഥലം വിടുക. ഒരു ദിവസം സുപ്രഭാതത്തിൽ കയറി വന്ന് കമ്പനി ഉണ്ടാക്കണം, പാർട്ട്ണർഷിപ്പ് ഒഴിയണം എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താ കുഞ്ഞുകുട്ടി കളിയോ? ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അതിന് ഒരുപടി ബാധ്യതകളുണ്ട്. നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള വ്യവസ്ഥകൾ തന്നെ ഈ വർഷം അവസാനം വരെയുണ്ട്. അതിനു മുമ്പ് കമ്പനി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഈ അടിയോടിയോ ഓടിച്ചിട്ടടിക്കും. ഒന്ന് രണ്ടല്ല, വിദേശത്ത് അങ്ങ് അമേരിക്ക വരെ നീണ്ടു കിടക്കുക. ഇതൊക്കെ പകുത്ത് രണ്ടാക്കാൻ നോക്കുമോ? ഈ സാമ്പത്തിക വർഷം കഴിയട്ടെ. അതുവരെ പിരിക്കലും പകുക്കലും ഒന്നും നടക്കൂല. ഇതുപോലെ കൊണ്ടുവരണേ പറ്റൂ. നാശം. ആ പോട്ടെ, ഇനി ഒരു വർഷം കൂടെ അല്ലേ ഉള്ളൂ. അതോടെ തീരുമല്ലോ ഈ ഒടുക്കത്തെ പങ്കുവെച്ചോടം. മാർച്ച് 31 പറയുമ്പോ ഇനിയും മാസങ്ങൾ എത്രയോ കിടക്കുന്നു. ആ, അനുഭവിച്ചല്ലേ പറ്റൂ. രാമുട്ടി ഇത് കട പൂട്ടുക. ആ പരീക്ക ഒരാള് എന്റെ അളിയനെ പറ്റിക്കാൻ തുടങ്ങിയത് കുറെ കാലേ. ആ ആള് അളിയനെ ശരിക്കും മനസ്സിലായത് ഇപ്പോഴാ. ഈ സമയത്ത് അളിയനെ രക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് എന്റെ അളിയനെ കിട്ടൂല. അളിയ ഇതാരാ വന്നിരിക്കുന്നത് നോക്ക്. ആട്ടോട്ടെ ഇരിക്കട്ടെ, നല്ല നേരം. കൗസ, കാര്യങ്ങളൊക്കെ എന്തായി? ഓ, ഒന്നും ആയില്ല ചേട്ടാ. എന്തോ ആവാനാ. നിങ്ങൾ വിഷമിക്കാതിരിക്കുന്നേ. അയ്യപ്പനുള്ള പണി അയാളോട് പോകാൻ പറ. എനിക്ക് ഉയർന്നുള്ളിടത്തോളം കാലം എന്റെ അളിയനൊരു വിഷമം ഉണ്ടാകെ ഞാൻ സമ്മതിക്കൂല. അളിയ, അളിയന് ഞാനുണ്ട്. അളിയൻ നെഞ്ചിനോർത്തിരി. അയാൾ ഒരു ചൂട് മുന്നോട്ട് വെക്കുമ്പോ നമ്മൾ 2 ചൂട് മുന്നോട്ട് വെക്കണം. അതാണ് അളിയ അതിന്റെ മിടുക്ക്. ആ പെണ്ണുണ്ടല്ലോ അശ്രീകരം, അയാളെ മോള്, ആ ജന്തുവിന്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ചെറുക്കന്റെ കല്യാണം കഴിയണം. അത് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നേ. എന്ത് ചെയ്യാനാണ് പെങ്ങളെ? എന്റെ മോക്ക് പ്രായമായില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ വേറെ അന്വേഷിച്ച് നടക്കുന്ന ആവശ്യമില്ലായിരുന്നല്ലോ. പ്രായമാകട്ടെ എന്ന് കരുതുമ്പോഴേക്കും അപ്പുറത്ത് കല്യാണം കഴിയുകയും ചെയ്യും. അട്ടപ്പെട്ടിരിക്കുന്നത് നമുക്ക് വേറെ നോക്കാം. ഏതായാലും ഒരു കാര്യം ഞാൻ തീർച്ചപ്പെടുത്തി. ഭൂമി അകമ്പോറ് മറിഞ്ഞാലും ശരി, ഞാൻ കുറച്ചു ദിവസം ഇവിടെ താമസിച്ച് ഈ കാര്യത്തിനൊരു നിലപാടുണ്ടാക്കിയതിന് ശേഷമോ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. എവിടുന്നായാലും വേണ്ടില്ല, അയൽക്കാര് കേട്ടാൽ അസൂയ തോന്നണം. അങ്ങനത്തെ ഒരു ബന്ധമായിരിക്കണം. ഈ താഴേക്കിടയിലുള്ള ആലോചനകൾ ആ ബുദ്ധിമുട്ട്. മേലേക്കിടയിലാകുമ്പോ ഡോക്ടർ വേണോ, എഞ്ചിനീയർ വേണോ? കുറെ കൂടെ മേലേക്കിടയിലായാലോ? ഒരു മന്ത്രിയുടെ മോനുണ്ട്. മന്ത്രിയുടെ മോൻ. മന്ത്രിയുടെ മോൻ പുറത്തു ഉറക്കപ്പറ. മന്ത്രിയുടെ മകൻ. മന്ത്രിയുടെ മകൻ. മന്ത്രിയുടെ മോന്റെ കാര്യം എന്നാ നമുക്ക് ഉറപ്പിക്കാം. അവന് ബുദ്ധിക്കൽപ്പം തകരാറുണ്ട്. നാശം. അകത്തിരുന്ന് പറഞ്ഞാൽ മതി. അച്ഛനും അമ്മയും വലിയ വാശിയിലാണ്. ഉടനെ തന്നെ ഏതെങ്കിലും കല്യാണം ഉറപ്പിക്കുമെന്ന്.
ഞാൻ കേട്ടു. എന്നിട്ടാണോ ഒന്നും മിണ്ടാതെ ഇങ്ങനെ? ഞാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്തില്ലെങ്കിൽ കരയിലില്ലാതെ നമ്മൾ പരസ്പരം മനസ്സിലാക്കാതെ കാണിച്ച ബുദ്ധിമോശമാണിതെല്ലാം. അറിഞ്ഞപ്പോ ഇനി അകലാൻ വയ്യെന്ന് തോന്നാൻ മാത്രം അടുത്തപ്പോ ഒക്കെ കൈവിട്ടു പോകുന്നു. എനിക്കാകെ പേടിയാവുന്നു. ധൈര്യമായിരിക്കെ, എന്ത് വന്നാലും നമുക്ക് നേരിടാം. അച്ഛനും അമ്മ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോട്ടെ. ഇവിടെ വേണ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കണ്ട അവിടെ എവിടെയൊക്കെ എനിക്ക് കുഴഞ്ഞാടാൻ പോരെന്ന്. ഒരു വീക്കിയാൻ പറ്റുന്നുണ്ടല്ലോ. കണ്ണീര് കാണിച്ചും പദം പറഞ്ഞും മയക്കെടുക്കാൻ ഈ കണ്ട കടിച്ചാണ് ഈ പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. എന്റെ മോൾ അതുകൊണ്ട് മയങ്ങരുത് കേട്ടോ. നിനക്ക് എന്താണ് ഇവിടെ കാര്യം? കാണാൻ ചുവടുള്ള പെമ്പിള്ളാരുണ്ടെങ്കിൽ കയ്യും കണ്ണും കാണിച്ച് വിളിക്കാനും കൊഞ്ചാനും കൊടയാനും ഓരോരുത്തന്മാര് വരും. മുഖത്തിട്ട് ആറ്റം കൊടുത്തിട്ട് വന്നൂടെ നിനക്ക്? എന്റെ വളർന്നിരിക്കുന്നത് അടിച്ചിട്ട് ആചാരയിലെ വളർന്നൊക്കെ കുടുംബം മറന്ന് പലതും കാണിക്കും. പക്ഷെ നീ അങ്ങനെ ആവാൻ പാടില്ല. നീ എന്റെ മോനാ. നാണവും മാനവും ഇല്ലാതെ വല്ലവരുടെ ഒക്കെ പറയാൻ നടക്കുന്നവന്മാരെ മക്കളും അങ്ങനെ ആവും. നീ എന്തിനാ മിണ്ടാനും പറയാനും പോണേ? പ്രായമായിട്ട് പക്ഷെ അത് കണ്ട് നീ ഭയങ്കര കേട്ടോ. നിന്നെ ഞാൻ അങ്ങനെ അല്ല വളർത്തിയത്. വളർത്തിയതിന്റെ ഗുണമൊന്നും പറയണ്ട. വളർത്തിയതിന്റെ ഗുണമാ അയൽവക്കത്ത് പ്രായമായ നമ്മളവർക്ക് സ്വയമായിട്ട് കഴിയാൻ പാടില്ല. എന്താ 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 ലഗാനല്ലത് വിളിച്ചു കൂവിപ്പോണം. പിന്നെ അവരെ വിളിച്ചു പോകുന്നതോ? അയാൾക്ക് ആൺകൊച്ച, നമ്മളത് പെണ്ണ. വിളിച്ചു കൂവി അയൽവക്കക്കാരെ കൂടെ അറിയിക്കാതെ മനുഷ്യനാ. ഞാൻ എന്ത് വേണതാ? ചൊനയുണ്ടെങ്കിൽ അതെല്ലാം ഉള്ളത് ആലോചനയിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കാൻ നോക്ക്. അല്ലാതെ ചുമ്മാ തുള്ളാതെ.